വരൂ സഹോദര, ചൂടോടെ പാനിപ്പൂരി കഴിക്കൂ. ചൂട് ചൂടായി. വരൂ സഹോദര, ചൂടോടെ പാനിപ്പൂരി കഴിക്കൂ. ആ ചേട്ടാ, 2 പ്ലേറ്റ് പാനിപ്പൂരി. ഓ ശരി, തീർച്ചയായും. ഹേയ് നിൽക്ക്, ഹേയ് നിൽക്ക് നിൽക്ക്, ഹേയ് കാശ് തന്നിട്ട് പോണം. ഇതെന്ത് വിഡ്ഢിത്താ ചെയ്യുന്നത്? ഇവന്മാർക്ക് എന്തറിയാം? കഠിനാധ്വാനത്തിന്റെ സമ്പാദ്യമാണ് എന്റേത്. ഇതിങ്ങനെ എങ്ങനെ ഓടിപ്പോകാൻ കഴിയും? സഹോദര, എന്താണ് സംഭവിച്ചത്? എന്തിനാണ് ഇത്ര ദേഷ്യപ്പെടുന്നത്? ദീദി, ഒരു ചെറുക്കൻ പാനിപ്പൂരി വാങ്ങി പണം നൽകാതെ ഓടിപ്പോയി. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ്. ഇതെങ്ങനെ ഓടിപ്പോകാൻ കഴിയുന്നു? സഹോദര, അവരെന്തായാലും ഓടിപ്പോയി. ഇനി ദേഷ്യപ്പെട്ടതുകൊണ്ട് കാര്യമില്ല. ശാന്തമാകൂ. താങ്കൾ ബഹളമുണ്ടാക്കി വീണ്ടും ക്ഷീണിതനാവുകയേ ഉള്ളൂ. ഞാൻ എങ്ങനെ ബഹളമുണ്ടാക്കാതിരിക്കും? ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ്. ഒരാൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഓടാൻ കഴിയുന്നത്? ഓരോരുത്തർക്കും കർമ്മ കണക്കുണ്ടാക്കുന്നു. താങ്കൾ വിഷമിക്കാതിരിക്കൂ. മുകളിലുള്ളവൻ ഓരോരുത്തരെയും കണക്ക് സൂക്ഷിക്കുന്നുണ്ട്. അതുതന്നെയാണ് അവർ അനുഭവിക്കേണ്ടി വരിക. ദീദി, ഇതൊക്കെ ശരി തന്നെ. പക്ഷേ അവർ എന്നെ ചതിച്ചു. അവരെ ഞാൻ എങ്ങനെ വെറുതെ വിടും? സഹോദര, താങ്കൾ പറയുന്നത് ശരിയാണ്. പക്ഷെ ചിന്തിച്ചു നോക്കൂ. താങ്കൾ അവരോട് ക്ഷമിക്കുകയും തന്റെ ചിന്തകളെ പോസിറ്റീവായി നിലനിർത്തുകയും ചെയ്യുന്നുവെങ്കിൽ താങ്കളുടെ ജീവിതത്തിൽ ശാന്തിയും സന്തോഷവും അഭിവൃദ്ധിപ്പെടും. പക്ഷേ ദീദി, ഇതെനിക്ക് നഷ്ടമുണ്ടാവില്ലേ? ഇല്ല സഹോദര, ലാഭവും നഷ്ടവും ജീവിതത്തിന്റെ ഭാഗമാണ്. ഒരുപക്ഷെ താങ്കൾ താങ്കളുടെ ചിന്തകളെ പോസിറ്റീവാക്കി നിലനിർത്തിയാൽ താങ്കളുടെ പ്രവൃത്തിയും അതുപോലെ തന്നെയാകും. പിന്നെ താങ്കൾക്ക് നല്ല പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. വിശ്വാസം വയ്ക്കൂ. ജീവിതത്തിൽ ശാന്തിയും സന്തോഷവുമാണ് ഏറ്റവും വലിയ സമ്പത്ത്. ദീദി, താങ്കൾ പറയുന്നത് വളരെ ശരിയാണ്. ഞാൻ എൻ്റെ കോപത്തെ നിയന്ത്രിച്ച് പോസിറ്റീവായി ചിന്തിക്കാൻ ശ്രമിക്കാം. ശരിയാണ്, ഇന്ന് അവരെന്നെ വഞ്ചിച്ചു. പക്ഷേ ഞാൻ എൻ്റെ മനസ്സ് ശുദ്ധമാക്കി വയ്ക്കും. നല്ലത് ചിന്തിക്കും, നല്ലത് നടക്കും. ഇതുതന്നെയാണ് ശരിയായ വഴി. പിന്നെ ഇത് എപ്പോഴും ഓർമ്മിക്കൂ. ഭഗവാനെ കൂട്ടുകാരനാക്കിക്കൊണ്ട് ഓരോ ദിവസത്തെയും ജോലി ചെയ്യൂ. എപ്പോഴും വിജയമുണ്ടാകും. ദീദി, താങ്കൾക്ക് വളരെയധികം നന്ദി. ബാബയ്ക്ക് നന്ദി. അതെ അതെ, അദ്ദേഹത്തിൻ്റെ പേരുകൊണ്ട് തന്നെ ജീവിതം ധന്യമായി. ആയിക്കോട്ടെ, സന്തോഷത്തോടെ ഇരിക്കൂ സഹോദര. പിന്നെ സെന്ററിലേക്ക് വന്നുകൊണ്ടിരിക്കൂ. ഓം ശാന്തി. ആയിക്കോട്ടെ ആയിക്കോട്ടെ, തീർച്ചയായും. ഓം ശാന്തി. വരൂ സഹോദര, ചൂടോടെ പാനിപ്പൂരി കഴിക്കൂ. ചൂട് ചൂടായി. വരൂ സഹോദര, പാനിപ്പൂരി കഴിക്കൂ ചൂടോടെ. വരൂ സഹോദര, ചൂടോടെ പാനിപ്പൂരി കഴിക്കൂ. ചൂട് ചൂടായി.